ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മംഗലാപുരം ഊരുവണ്ട എടുത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നട്ട വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ അടുത്തോട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴതായ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവിടാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവരെയും ഒന്ന് കാണാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളൊക്കെ അറിയാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊന്നും പറഞ്ഞേക്കല്ലേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ട്, വിത്തുകൾ ഗ്രോ ബാഗുകൾ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൊന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറും കൂടെ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഈ ഊരുവണ്ട എല്ലാം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, വെണ്ടയ്ക്ക പിടിച്ച് നല്ല സൂപ്പറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വലിപ്പമൊക്കെ ഒന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഇത് കണ്ടോ, അപ്പോൾ നമ്മുടെ ഈ മംഗലാപുരം ഊരുവണ്ടയുടെ നീളം കണ്ടില്ലേ, നല്ല നീട്ടമുള്ള വെണ്ടയ്ക്കയാണ്. ഒരു 4-5 എണ്ണം എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തോരൻ വെക്കാനോ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഇത് ആനക്കൊമ്പൻ വെണ്ടയുടെ ഒരു വർഗ്ഗത്തിൽപ്പെട്ടത് തന്നെയാണെന്ന് തോന്നുന്നു, ചേട്ടനനിയന്മാരാണെന്നാണ് തോന്നുന്നത്. അപ്പം ഒരുപാട് ഇതങ്ങ് പൊക്കം വയ്ക്കുമെന്ന് അറിയാൻ വയ്യ കേട്ടോ. ഇതിപ്പം പെട്ടെന്ന് ടപ്പേന്ന് ഇത് വളർന്നു വന്നത്. ഞാൻ നട്ട വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഇവർ വളർന്നു വന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ വളർച്ചയുടെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവരുടെ ഇടയ്ക്കുള്ളതായ പുല്ലൊക്കെ പറിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് മണ്ണ് നന്നായിട്ട് അടുപ്പിച്ച് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ നന്നായിട്ട് വളർന്നു വന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് അവർക്ക് ഒരു മഞ്ഞളിപ്പ് പോലെ വന്നപ്പോൾ ഞാൻ അവർക്ക് സൂഡോമോണസ് കലക്കി അവരുടെ ഇലയിൽ സമൂലം അങ്ങ് തളിച്ചു കൊടുത്തു. അങ്ങനെ ആ മഞ്ഞളിപ്പൊക്കെ ഒന്ന് മാറി നല്ല കുട്ടപ്പന്മാരായിട്ട് എല്ലാവരും വളർന്നു വന്നു. പിന്നെ ഇത് ഒരു കുറവെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സംഭവിച്ചത് എല്ലാം കിളിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എങ്കിൽ എല്ലാവരും ഒരേപോലെ കിളിച്ചു വന്നു, അങ്ങ് അടുത്തു പോയി. അതാണ് ഒരു ദോഷമെന്ന് പറയുന്നത്. ഇനി ആരെങ്കിലും നടുവാന്നുണ്ടെങ്കിൽ ഇച്ചിരി അകലത്തിൽ നടാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ഇത് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ വരും കേട്ടോ. അടിയിൽ കൂടെ വേറെ തണ്ടുകൾ ഇങ്ങനെ നമ്മുടെ ആനക്കൊമ്പൻ വെണ്ട വരുന്ന മാതിരി അടിയിൽ നിന്ന് വേറെയും കൊമ്പുകൾ വന്നിട്ട് അതിനകത്തും പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇനി നടുന്നവർ ഇത്ര അകലം പാലിച്ച് ഒരു 2-3 അടി, ഒരു 3 അടിയെങ്കിലും വിട്ട് ഇത് നടാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഞാനൊരു 10 ടൈപ്പ് വെണ്ട ഇവിടെ നട്ടിട്ടുണ്ട്. പല ടൈപ്പിലെ വെണ്ടകൾ എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പം ഊരുവണ്ടയെക്കുറിച്ച് പറയാൻ മാത്രമാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെയൊക്കെ ഡെയിലി വന്ന് നമുക്ക് പറിക്കാനായിട്ട് ഉണ്ട്. ഓരോ പിടി വീതം എനിക്ക് കിട്ടുന്നത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം എല്ലാവരും ഈ ഊരുവണ്ടയൊക്കെ ഒന്ന് നട്ട് പിടിപ്പിക്കാണ്ട് ശ്രമിക്കുക. വെറുതെ വീട്ടിലിരുന്ന് നമ്മുടെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമല്ലേ, സമയം വെറുതെ പാഴാക്കുന്നു. അപ്പം കുറേ ടി വിയും കണ്ട് കുറേ സീരിയലും ഒക്കെ കണ്ട് ഇങ്ങനെ കരഞ്ഞും പിടിച്ചുമൊക്കെ ഇരിക്കാതെ 10 പച്ചക്കറിയൊക്കെ നട്ട് നമ്മുടെ കൊച്ചുങ്ങൾക്ക് വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സമയങ്ങൾ വെറുതെ പാഴാക്കി കളയാതെ ഇരിക്കുക. പിന്നെ നമ്മുടെ പറമ്പിലോട്ടൊക്കെ വരുമ്പം ഇവരെ കാണുമ്പോൾ ഉള്ളൊരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അതൊരു ഭയങ്കരം തന്നെയാണ്. പിന്നെ അവരുടെ പൂവും കായും ഒക്കെ ഈ നമ്മുടെ കൊച്ചുങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇതാണ് വെണ്ടയ്ക്കെന്നും പടവലങ്ങയെന്നും ഒക്കെ അറിയാത്ത കുറേ മക്കളന്മാരുണ്ട്. അപ്പം അവരെയൊക്കെ നമ്മുടെ കൃഷിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക, കൃഷിയിലോട്ട് അവരെ കൊണ്ടുവരിക. പിന്നെ ഇത് നടുക എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല വിത്തുകൾ നോക്കി നമ്മൾ നടാനായിട്ട് ശ്രമിക്കാം. വെള്ളത്തിൽ ഇടേണ്ടിയവർക്ക് വെള്ളത്തിലിട്ടിട്ട് മുള വന്നതിന് ശേഷം നടാം. അതല്ല ഡയറക്റ്റ് മണ്ണിൽ നടാം. അപ്പം മണ്ണിൽ നടുമ്പോൾ നമ്മൾ മണ്ണൊക്കെ നന്നായിട്ട് കിളച്ചൊരുക്കിയതിന് ശേഷം വേണം നടാനായിട്ട്. ഞാനിപ്പം മഴക്കാലം ആയതുകൊണ്ട് പണ കോരിയായിരുന്നു നട്ടത്. അപ്പം പണ എടുത്തപ്പോൾ പണം ഒരുക്കുന്നതിന് മുമ്പായിട്ട് ആ പണയിൽ നമ്മൾ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഈ വിത്തുകളൊക്കെ നമ്മൾ ഇട്ടത്. പിന്നെ ചാണകപ്പൊടിയും കോഴിവളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെട്ടിയൊക്കെ അടുപ്പിച്ചു. പിന്നെ സ്ലറികളൊക്കെ കൊടുത്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അതിന് മണ്ണൊക്കെ കൂട്ടി കൊടുത്തപ്പോഴത്തേക്ക് നന്നായിട്ട് വന്നു കേട്ടോ. അപ്പം പച്ചക്കറി മേടിക്കാനായിട്ട് എങ്ങും പോകേണ്ട കാര്യമില്ല. കണ്ടോ, ഓരോന്നിലും ഇഷ്ടം പോലെ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അസുഖങ്ങളൊക്കെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ സൂഡോമോണസ് നമ്മൾ കലക്കി ഒഴിക്കുക. ഒരേ മരുന്ന് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒഴിക്കാതിരിക്കുക. സൂഡോമോണസ് ഒഴിച്ചിട്ട് ഒരു 3 ദിവസം കഴിയുമ്പോൾ ബിവേറിയ കൊടുക്കുക. പിന്നെ ഒരു 3 ദിവസം കഴിയുമ്പോൾ വേപ്പധിഷ്ഠിതമായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കുക. പിന്നെ അതിനടുത്ത ആഴ്ച ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതിന് അടുത്ത ആഴ്ചയിൽ അതേപോലെ നമ്മൾ 3 ഇങ്ങനെ മാറി മാറി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വെണ്ടയിലുള്ള മഞ്ഞളിപ്പ്, അതുപോലെ ഫംഗസ് രോഗം, അങ്ങനെ പുഴുശല്യം ഇതൊക്കെ നമുക്ക് മാറിക്കിട്ടും. പിന്നെ നമ്മൾ ഡെയിലി ശ്രദ്ധിക്കുക, ഇലയുരുട്ടി പുഴുവാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ളത്. അതങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. കൈയോടെ അതിനെ പിടികൂടി നശിപ്പിക്കുക. ആ പുഴുകിന് കൊന്നെങ്കിൽ മാത്രമേ നമുക്ക് വെണ്ടയൊക്കെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോഴേ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്താണെന്നറിയാമോ,
നിങ്ങളുടെ കൈവശം ഇരിക്കുന്നതായ വെണ്ടയുടെ വിത്തുകൾ കൊണ്ടുപോയിട്ട് 10 എടുത്ത് നിങ്ങളുടെ പറമ്പിലോ ഗ്രോ ബാഗിനകത്തൊക്കെ നടാനായിട്ട് ശ്രമിക്കുക. വെറുതെ ഇരിക്കരുത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൈ അനങ്ങി നമ്മുടെ ശരീരം അനങ്ങിയൊക്കെ ഇരുന്ന് നല്ലൊരു എക്സർസൈസാണ്. നമ്മുടെ പറമ്പിലോട്ട് വരുമ്പം കാണാൻ നല്ലൊരു ഭംഗി, പോസിറ്റീവ് എനർജി, മാനസിക ഉല്ലാസം എല്ലാം ഇതിനകത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ. വിത്തുകളില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മുടെ വെബ്സൈറ്റിൽ 10-12 ടൈപ്പ് വെണ്ടയുടെ വെറൈറ്റി വിത്തുകളുണ്ട്. അത് വാങ്ങിച്ച് നിങ്ങൾക്ക് നടാം. അതല്ല നിങ്ങളുടെ അടുത്തൊക്കെ നഴ്സറികളുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് നടാം. നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നടാം. എങ്ങനെയെങ്കിലും ഒരു 10 മൂട് വെണ്ടയൊക്കെ നടാനായിട്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോയി നടാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ പറമ്പിലോട്ട് വന്ന സ്ഥിതിക്ക് കുറച്ച് വെണ്ടയ്ക്ക് നമുക്ക് വിളവെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു 4-5 ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. കുറേ ഇവിടെ നിൽക്കുകയാണ്, അതെല്ലാം വിളവെടുക്കാം നമുക്ക്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ മംഗലാപുരം ഊരുവെണ്ടയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.